പാം 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 റെഡി ആയോ? ടീഷർട്ടൊക്കെ ഇട്ട് സെറ്റ്. അമ്മയുടെ ചുരിദാറും കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത് മറ്റേ ഇല്ല ഷർട്ടാ കേട്ടോ, ഇല്ല വെള്ളം വീണ നനയാത്ത സൈസ് ഒരു സാധനം ഉണ്ടല്ലേ, പിടിച്ചു നോക്കുക. അതുപോലത്തെ തണുക്കായിരിക്കാൻ വേണ്ടിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഗൈസ് താഴെ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇന്ന് പോണത് ഗവിക്കാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഗവിയിൽ പോണത്, അല്ലേ മമ്മേ? അമ്മയ്ക്ക് ആദ്യമായിട്ടല്ലേ ഗവി പോകുന്നത്? അതെ, ഓർഡിനറി സിനിമ കൊണ്ട് ഹിറ്റായ ഒരു സ്ഥലമാണ് സുഹൃത്തുക്കളെ ഗവി. അതിനുശേഷമാണ് എല്ലാരും ഗവി എന്നൊരു സ്ഥലം ഉണ്ടെന്ന് എല്ലാരും അറിയുന്നത്. പിന്നെ കുഞ്ചാക്കോവനും ബിജുമേനും മറ്റേ സുന്ദരി പെണ്ണ് മറ്റേ KSRTC-ലേക്ക് പോലെ ആ സ്ഥലത്തേക്കാണ് പോണത്. അവിടെ ചെന്നിട്ട് ബസ് കിട്ടുമെങ്കിൽ ഓർഡിനറി ആ ബസ്സിനകത്തൊന്ന് കയറി പോയ കൊള്ളായിരുന്നു. നമുക്ക് ജീപ്പ് ഉണ്ടച്ചാ, നമ്മൾ ഫുള്ള് ഇന്ന് ജീപ്പിലാണ് കറക്കം. അളിയെന്തി അളിയേ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് കണ്ണിന്റെ ഐസി അടിച്ച് പോകുന്നുണ്ടോ? ഞാൻ കക്കൂസി ഇരുന്നപ്പോഴാട്ടോ എന്നെ വിളിച്ചത് ഈ ഫോണില്. പക്ഷെ ഇത് യൂസ് ആട്ടോ, നമ്മൾ അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് വിളിച്ചാലും നമ്മൾ കക്കൂസി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് കക്കൂസി ഫോൺ വെച്ചേക്കുന്നത്. കക്കൂസി കയറി 1.5 മണിക്കൂർ ഇരിക്കുന്ന ബിരുദന്മാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഫോൺ വെച്ചേക്കുന്നത്. എനിക്ക് ഇപ്പഴാ മനസ്സിലായത്, ഞാൻ അതിനകത്തായിരുന്നു. അപ്പഴാ വിളിച്ചതല്ലേ. ഓ പിന്നെ സ്പ്രേ അടി 5 സ്പ്രേ അങ്ങ് അടിക്കുക കേട്ടോ. ആണോ? ഇത് ടാർപ്പ എഫക്റ്റിലുള്ള ഷർട്ടാട്ടോ. ഇതിനകത്ത് വെള്ളം വീണ തിന്നിപ്പോ. അച്ഛ സീൻ ലുക്ക് എനിക്ക് കിടില്ല. കൊള്ളാം. ഭദ്ര ഒരു ഹായ് പറ. ഹായ്. ഓ നമുക്ക് ഇറങ്ങാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഞാൻ ഫ്രണ്ടിലാട്ടോ. അച്ഛനമ്മ അച്ഛൻ എവിടെ? അച്ഛൻ ഏറ്റവും ബാക്കിലാ. ഇത് ഓപ്പൺ ആക്കോ? ഫ്രണ്ടിലായിരിക്കും ഇരിക്കുന്ന. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഗവി റോഡ് കയറി കേട്ടോ. ഇത് ഭയങ്കര കോടയായിരുന്നല്ലേ? സൂപ്പർ മഞ്ഞ്. ഇവിടെ അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കുഞ്ഞൊരു അമ്പലമൊക്കെ ഉണ്ട്. നമ്മുടെ ജീപ്പിന്റെ മറ്റേ ഈ ഷീറ്റൊക്കെ ടാർപ്പൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. ഇനി ഫുൾ ഓപ്പൺ ആയിട്ടാണ് പോക്ക്. ചേട്ടൻ സൺറൂഫൊക്കെ തുറന്നു തന്നേട്ടാ. അമ്മച്ചി മുട്ടാൻ കൂടാണ്ട് കോട കാണുന്നല്ലായിരുന്നോ? നേരത്തെ കണ്ടോ? എങ്ങനെയുണ്ട് കോട? ഭയങ്കര കോട, വണ്ടി പറക്കോട്ടോ. ഇതാണ് ഗവിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് തുറന്നു കഴിയുമ്പോഴത്തേന് ഈ വണ്ടികളെല്ലാം കയറി പോകും. ഇനി നമ്മള് ആഹാരം എവിടെ നിന്നാണ് കഴിക്കുന്നത്? ആഹാരം ഇനി അവിടെ കട ഇല്ലെന്ന് പറയുന്നു. അങ്ങ് പോയ ഒരു KSEB-ന്റെ കണ്ട ഒരു കടയുണ്ട്. KSEB-യുടെ KSF-യുടെ കണ്ടൊരു കടയുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ അതേ ഉള്ളൂ. ഈ ചെക്ക് പോസ്റ്റ് ഇതുവരെ തുറന്നിട്ടില്ല. ഇവിടുന്ന് 48 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു 18 കിലോമീറ്ററേ ഉള്ളൂ. 18 കിലോമീറ്ററേ ഉള്ളൂ ഗവിക്ക്. അപ്പോൾ ഒരു എത്ര ടൈം എടുക്കുമായിരിക്കും? നമ്മളൊരു 9:30 എത്തത്തുള്ളൂ അല്ലേ? പയ്യെ പോകത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അനിമൽസിനെയൊക്കെ നോക്കി പെതുക്കെ പോവുള്ളൂ. പോണ വഴിക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? നിപ്പുണ്ടോ? ഓ അത് ശരി. അപ്പം അങ്ങോട്ട് പോണ വഴിക്ക് ആനയുണ്ട് കേട്ടോ. എൻ്റെ കാട്ടാനയെ കാണുക എന്നുള്ള ഒരു ആഗ്രഹം നടക്കും സുഹൃത്തുക്കളെ. ഞാൻ പറയെടുക്കുക വരുന്ന ആനയെ കണ്ടിട്ടുള്ളൂ, കാട്ടാനയെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് കാണാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുമാത്രമല്ല കടുവ, വന്യജീവികളെ സിംഹം, ഹനുമാൻ, കുരങ്ങ് എന്നീ സാധനങ്ങളൊക്കെ കാണാം. കൊച്ചുവിന്റെ കൂടെ വരുമെങ്കിൽ ഇന്ന് കൊച്ചു കൊണ്ടുപോകാന്. അയ്യോ വലിയൊരു വിറ്റ്. ഗോറില്ല, ഗോഡ്സില, ഡോൾഫിൻ കിട്ടോ? ഡോൾഫിൻ, ഡിനോസർ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്ന സമയത്ത് കോട സൂപ്പർ ആയിരുന്നില്ലേ? അടിപൊളി കോടയായിരുന്നു. നമ്മളിവിടെ ഒരു ദിവസം 30 വണ്ടിയല്ലേ കയറ്റി വിടത്തുള്ളൂ? അങ്ങനെ ഉണ്ട്. 20 വണ്ടി ഇപ്പോൾ കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം അല്ലേ? ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ നോർമലായിട്ട് ബുക്ക് ചെയ്താൽ അത്ര വണ്ടികളുള്ളൂ മൊത്തം. വണ്ടി മാക്സിമം ഇത് ആങ്ങമൊഴിയിലാണ് 30 വണ്ടിക്ക് നമുക്ക് അലോഡ്. ഇത് ഗവി എന്ന് വെച്ചാൽ ആൾക്കാരുടെ കണക്കാണ്. 40 പേര് അലോഡ് ഇല്ല ആർക്കും. 40 പേര് ടിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളാണ്, ആരും കയറ്റി വിടത്തില്ല. ഈ KSRTC പ്രശ്നമല്ല. KSRTC പ്രശ്നമില്ല. KSRTC ജസ്റ്റ് പാസ്സായി പോവല്ലേ, അവിടെ ഇറങ്ങുന്നില്ലല്ലോ, പാസഞ്ചർ ഇറങ്ങുന്നില്ല. ജസ്റ്റ് ഇറങ്ങി രാവിലെ 5:30 കുമളിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 7:00 ഗവി ചെല്ലും KSRTC. പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് വണ്ടി 11:30 വരത്തുള്ളൂ. ഗവിയിൽ നിന്ന് ഒരു ഫുഡ് പോലും അവർ തരത്തില്ല, ഒരു കുപ്പി വെള്ളം തരത്തില്ല. അതുവരെ പട്ടിണിയായിട്ട് അവിടെ നിന്നോ.
അതാണൊരു വിഷയം. അല്ലാത്തവർക്കറിയാം. ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നില്ലേ അവിടെ താമസിക്കുന്ന ആൾക്കാർ? ജനസംഖ്യ കുറവാണ്. ചെക്ക് പോസ്റ്റ് തുറന്നു, നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ ഗവിക്ക്. ചത്ത ശ്രീധുവിനെ വല്ലപ്പോഴേ സൗണ്ട് അത് അമ്മയ്ക്ക് അതുമില്ല. ചാറ്റ പാം 3 കുലിക്ക്. ഭയങ്കര പതുക്കെ പോവുള്ളൂ കേട്ടോ, കാരണം അങ്ങോട്ട് പോണ വഴി നല്ല രസമാണ്. അപ്പോൾ പതുക്കെ 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 മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ഗവീൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യൂ അല്ല, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഗവിയിൽ മെയിനായിട്ടുള്ളത്. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഗവിയിലൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഗവി ഇഷ്ടപ്പെടണമൊന്നുമില്ല. ഗവിയിൽ വന്നിട്ട് കൊള്ളൂല, അവർ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ആദിവാസി പിള്ളേരൊക്കെ കേട്ടോ നടന്നു വരുന്നേ. അവിടെ നോക്കിയാ ചെറുക്കെ. നിങ്ങളെ അനിമൽസ് നിൽക്കുന്നുണ്ടോന്ന് നോക്കണം കേട്ടോ. അപ്പുറം ഇപ്പുറം നോക്കിക്കോ. വല്ല പട്ടിയോ പൂച്ചയോ എന്തോ ഇത് സർവൈലൻസ് ക്യാമറ ആണോ? ഗൈസ്, ഞങ്ങളെല്ലാരും ജീപ്പിന്റെ മണ്ടേ കയറി ഇരിക്കുക കേട്ടോ, സൺറൂഫ് ഒക്കെ തുറന്നിട്ട്. കോട നോക്കിയേ, പൊളിയല്ലേ? അയ്യോ നല്ല തണുപ്പ്. എല്ലാരും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നോക്കിക്കോ കേട്ടോ. വല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. തണുപ്പുണ്ടോ? നല്ല തണുപ്പ്, നല്ല തണുപ്പാട്ടോ ഇവിടെ. ഫ്രഷ് ആനപ്പിണ്ടം ദോ കിടക്കുന്ന ചൂട് സാധനം ഇപ്പൊ ഇട്ടത് ഇല്ല, കുറച്ച് പിണ്ടന്മാര് തിന്നെ. ഇപ്പൊ പൊണ്ണ വിറ്റൊക്കെ ഇറക്കി തുടങ്ങിയല്ലേ ഗൈസ്. നമ്മൾ ഇതുവരെ ഒരു വന്യജീവി ഒന്നും കണ്ടില്ല കേട്ടോ. പോണ വഴിക്ക് കാണാം. അല്ല മലയിലോട്ട് നോക്കിയോ, മലയണ്ണാനൊക്കെ കാണാം. ഇതിന്റെ താഴെ ചെറിയ അരുവിയാട്ടോ, സ്മാൾ അരുവീസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ നിന്ന് പോവാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബാ ഗൈസ്. അങ്ങ് ആ മലയുടെ മണ്ടയിൽ ആന നിൽപ്പുണ്ട് കേട്ടോ. കുറേ ആനകളും പിന്നെ ചെറുതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കോടയുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് ഒത്തിരി വലിയ മലയിലല്ലെന്ന് തോന്നുന്നല്ലേ, ഇച്ചിരി അടുത്താന്ന് തോന്നുന്നല്ലേ, ഇച്ചിരി ലോങ് ആണ് ഗൈസ്. ദോഡ ഗൈസ്, ആന കണ്ടോ? ആനയെ കണ്ടോ? അടിപൊളിയല്ലേ? ആനയെ പാത്താച്ചാ എപ്പടി ഇരുന്നത്? മൃഗോ ഞാലേക്കും அந்த ஆனை யாருக்குன்னு தெரியுமா? കുഞ്ഞമ്മ അതുകൂടെ പുള്ളി 5 പേരില്ലായിരുന്നു. 5-6 ആനയുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 അല്ല ഒരു 2 അല്ല 3 വലിയ ആനയും 3 കുട്ടി ആനയും ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഒരു 6 ആന ഉണ്ടായിരുന്നു. 6 ആനാസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നു, ചെറിയൊരു തുമ്പി കൈയൊക്കെ ആയിട്ട്. ഇതിന്റെ താഴോട്ടൊക്കെ മറ്റേ കോര വനം കേട്ടോ. അച്ഛനാണങ്ങ് ആസ്വദിക്കുന്നത്. എൻജോയ്മെന്റ്, എൻജോയ് വിത്ത് എവിഡൻസ്. ചൂസ് ആൻഡ് എവരിഡേ. ഗൈസ്, നമ്മള് ഇതുവരെ എത്തിയില്ല കേട്ടോ. നമ്മളിങ്ങനെ പെതുക്ക ആ ഒരു ചെറിയ വഴി കൂടെ ജീപ്പിൽ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ശരിക്കും ഇത് തുറന്നിടുമ്പോ ഒരു സൂപ്പർ ഫീൽ ആയില്ലേ? മണ്ടേ കയറി ഇങ്ങനെ നിക്കണം. പാലമൊക്കെ കടന്നിട്ടോ നമ്മള് പോണത്. നല്ല തണുപ്പോണ്ട് ഇല്ലയോ? ആനക്ക് ഈ ബോർഡൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇത് കൊമ്പ് വെച്ച് കുത്തിയതാന്നാ പറയുന്നത്. ഏതാണ്ട് ഫുള്ള് തുളയാക്കിയിട്ടേക്കുന്നു. ഇതുപോലെ നമ്മളെയും തുളയാക്കും കേട്ടോ. എന്നാ പോവാ. അത് കുത്തി വെച്ചേക്കുന്നുണ്ട്, അതിന്റെ ദേഷ്യം കാണിച്ചേക്കുന്നേ. അതിന്റെ വെട്ടം അടിക്കുമെന്ന്. റിഫ്ലക്ടറിന്റെ അതുകൊണ്ടൊരു കരിങ്കുരങ്ങി ഇരിക്കുന്ന. എവിടെ എവിടെ എവിടെ
ആ വേണ്ട ആ ദേ ഇരിക്കുന്ന കരിങ്കുരങ്ങ്. അയ്യോ എന്തൊരു കറുപ്പല്ലേ, മുതുക്ക് കറുപ്പ്. ആ മേലുണ്ട്, അത് ഞാൻ കണ്ട്. കാട്ടുപോത്തോ അച്ഛൻ കണ്ടുപിടിച്ചോ? ഓ ഗായ്സ്, ഒരു കാട്ടുപോത്ത് കേട്ടോ, ഒരു വിഷയം കാട്ടുപോത്ത് ദോഹിക്കുന്ന കേട്ടോ. പുല്ല് നിന്നോണ്ടിരിക്കും കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ കറക്കാൻ പറ്റുമോ വെച്ചാ? അടാറ് സാധനം കേട്ടോ അത്. അതിന്റെ സൈസ് നോക്കിയേ, മുട്ട സൈസ് കേട്ടോ. എന്റെ ഫോണിൽ ഇത്രേ സൂം ഉള്ളു, ഇത് കൂടുതൽ സൂം ചെയ്യാൻ പറ്റത്തില്ല. ഇത് കുത്തുവല്ലേ, ഇത് ഭയങ്കര ഡേഞ്ചർ ആണ് ഈ സാധനം. നമ്മളെ തന്നെ നോക്കിക്കോ, അത് നമ്മളെ കണ്ടത് കണ്ടോ? ഇപ്പൊ വരും, അത് പിടിച്ച് അണക്കണേ. കമ്പ് ഒടിച്ചിടുക കേട്ടോ. ഈ ഓരോ മൃഗങ്ങളൊക്കെ നിപ്പുണ്ടെങ്കിൽ അവർ റോഡിൽ ഇതുപോലെ കമ്പ് ഇങ്ങനെ ഒടിച്ചിടും. അപ്പം അടുത്ത് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇവിടെ സാധനം നിപ്പുണ്ട്. അപ്പം വരുന്ന പാസഞ്ചേഴ്സിനെ അവർ കാണിക്കും കേട്ടോ. അവരൊരു കോഡാണത്, ഇല ഒടിച്ചിടുക. അതിനെ ഇവിടെ ഇറക്കി എടുത്തിട്ട് നമുക്കൊരു കമ്പ് ഒടിച്ചിട്ട് പോവാം. എന്താ പറയുന്നത്, ഇങ്ങനൊക്കെ നിക്കണോ? നിക്കോ നോക്കാന്ന്. തണുപ്പുണ്ടോ എന്റെ കൈക്ക്? തണുപ്പ്. ഞാൻ നിരീക്ഷിക്കാൻ പോട്ടോ, മലയാളം മറ്റേ നിരീക്ഷിക്കട്ടെ, വല്ല പത്തിക്കാരനെ കാണും, നോക്കട്ടെ. എന്നെ കണ്ടാ വരൂല, ഞാൻ ഈ കളറുള്ളത് ഇട്ടോണ്ട് കാളെ കൊണ്ടുപോയി കുത്തും, ചോദനയൊക്കെ ഇട്ടോണ്ട് വന്നേക്കുന്ന. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞാ പിന്നെ ഇവരെല്ലാം മാളത്തിൽ പോവായിരിക്കും. അങ്ങനെ പോകത്തില്ല, കാണും. പക്ഷെ രാവിലെ വരുന്നതിന്റെ ഒരു വൈബ് വേറെ ഇല്ലേ? രാവിലെ വരുന്ന വൈബ് വേറെ. ഉച്ചയാകുമ്പോഴത്തെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. ബ്ലാക്ക് മങ്കി കണ്ടല്ലോ, കണ്ടിട്ടില്ലേ? അതങ്ങനെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്ന? ഒരു വീട്ടിൽ വന്നിന്ന് കണി കാണിക്കാം. അച്ഛൻ വൈൽഡ് അനിമൽസിനെ നോക്കുക കേട്ടോ. മണ്ടയിലോട്ടൊക്കെ കാക്ക കാഷ്ടിച്ച് തരും, ഒത്തിരി നോക്കിയ. അതെ, ഒരു തത്തയെങ്കിലും കണ്ടുപിടിച്ച്. ഇത്ര നേരം വാ വിളിച്ച് നോക്കിയിരിക്കുമല്ലേ, ഒരു തത്തയെങ്കിലും കണ്ടോ? പുലിയ. ഓ വീണ്ടും ഇരിക്കുന്നത് കരിങ്കുരങ്ങ്. ദോ ഇരിക്കണം. പിന്നെ അമ്മ ചാറ്റ് കൊടുക്കുന്ന കുരങ്ങിന്. വാട പുല്ലൂര് ഇറക്കാതെ. ധൈര്യം ഉണ്ട് അമ്മയെ കടിച്ചു നോക്ക്. ഞാൻ ഒന്നും ചെയ്തില്ല. കാട്ടിലെ ഇലയൊക്കെ പറിച്ചു നിന്നോണ്ടിരിക്കും കേട്ടോ. ഓക്കെ ബൈ, അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാട്ടോ. എന്തോ കണ്ടോ മ്ലാവിനെ? അവിടെ എങ്ങാണ്ട് അങ്ങങ്ങാണ്ട് ഒരു മ്ലാവം കണ്ട് പോട്ടോ കേട്ടോ. അത് കാണത്തൊന്നുമില്ല, ഭയങ്കര പാടല്ലേ കാണാൻ. അച്ഛൻ കണ്ടുപിടിച്ചോ? ഞാൻ കണ്ടു. തൃക്കണ്ണ് തുറന്ന് കണ്ടുപിടിച്ച. ഞങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കുന്നില്ലല്ലോ. ആ അങ്ങും ഏറ്റവും മോന. കണ്ട് എന്റെ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്, അത് മതി. കണ്ടോ? നമ്മൾ എന്തിനൊക്കെ സാധനം കണ്ട്? ആനയെ കണ്ട്, കരിങ്കുരങ്ങനെ കണ്ട്, കാട്ടുപോത്തിനെ കണ്ട്. പിന്നെ അമ്മയെ കണ്ട്. മ്ലാവിനെ ഞാൻ കണ്ടില്ല. മ്ലാവിനെ കണ്ടിട്ടില്ലേ? മാവ് അങ്ങനെ മണ്ടയിൽ ഇപ്പൊ ഉണ്ടായിരുന്നു, അത് കാണത്തില്ലായിരുന്നു കേട്ടോ. അത് സുൻ സുൻ സുന്ദരി പെണ്ണേ ചിൻ ചിൻ സിന്ദാനി പെണ്ണേ ഖുൻ ഖുൻ ഉണം ഉണൻ മാ ഹോയ് 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 ഹോയ്. നല്ലൊരു പാട്ടാ. യോഗ ഇത്. ഇവർ രണ്ടുപേരും എതിരാട്ടോ. ഒന്ന് അമ്മ ചെറുതായിട്ടൊന്ന് നോക്കി, അതിനുശേഷം എതിരാ. ഓ അങ്ങ് എൻജോയ് ചെയ്യുക അങ്ങ്. മലയാളം കിണ്ടി ഒരച്ഛൻ കണ്ടുപിടിക്കും. അത്രയ്ക്ക് പവർ അച്ഛന്റെ കണ്ണിന്. എല്ലാം കണ്ടുപിടിച്ചു കേട്ടോ. അച്ഛനെ മിക്ക സാധനത്തിനും കണ്ടുപിടിച്ചത്. ഓ ഇത് ട്രൈബൽസിന്റെ അമ്പലമാണ് കേട്ടോ. ഇവരിവിടെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാവ് കണക്കുണ്ടല്ലേ? മാരിയപ്പ മാണി. ഡാമിന്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടേട്ടാ ഞങ്ങളാ. ആ പശൂമ്പാ അങ്ങ് കിടക്കുവല്ലേ. അവന്റെ കൊമ്പ് നോക്കിയേ, കൂർത്തതാ. എന്താ എല്ലാരും ഇങ്ങനെ കണ്ടു പോന്നല്ലേ, അതുകൊണ്ടില്ല ഇന്നലെ നമ്മളെ പശുവിനെ കണ്ടപ്പോ തൊട്ടത്. അവരിടിക്കത്തില്ല. നമ്മളെ വീട്ടിയൊക്കെ വളർത്തുന്നത് പുല്ലൊക്കെ എടുത്തിട്ട് ഇടിക്കുന്നത്. ഓരോ സ്നേഹമല്ല, തീറ്റയും വെള്ളം കൊടുത്തിട്ട് അവര് ഇടിക്കും. ആടായാലും ഇതൊക്കെ തന്നെ പുല്ലുകള്. അയ്യേ ഇത് ഡാം അല്ലേ, ഇത് ചെക്ക് ഡാം അല്ലേ? അല്ല, ഡാം എന്ന് പറയുമ്പം ഓപ്പൺ വരുന്നതല്ലേ ഡാം. ഇത് ചെക്ക് ഡാമാണ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗവി എക്കോ ടൂറിസത്തിലാണ് സുഹൃത്തുക്കളെ. മറ്റേ നമ്മൾ ആ ജീപ്പിൽ വന്ന ചേട്ടൻ നമ്മൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ അവിടെ കണ്ട് പോയിക്കും കേട്ടോ. ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അച്ഛൻ എന്തൊക്കെ എടുത്ത്?
ഞാനൊന്നും എല്ലാം അങ്ങ് എടുത്തല്ലേ. ഞാനും എല്ലാം അങ്ങ് എടുത്ത്. ഇത് എന്തൊരു കോമ്പിനേഷൻ ആണെന്നൊന്നും ചോദിക്കല്. അവിടെ കണ്ണി കണ്ട മൊത്തം അങ്ങ് എടുത്ത്. ഞാൻ ഏതാണ്ട് ഒരു വെള്ള ചമ്മന്തിയൊക്കെ കിട്ടി കേട്ടോ, അതൊക്കെ അങ്ങ് എടുത്ത്. അമ്മയോ? വിചാരിച്ചല്ലേ? എല്ലാത്തിനും എടുത്ത്. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഗൈഡ് വരും. പിന്നെ പുള്ളിയായിരിക്കും നമ്മളെ കൊണ്ടുപോയി കറങ്ങി കാണിക്കുന്നതൊക്കെ. ഈ സത്യത്തിൽ ഈ ഗവി ഇത്രേ ഉള്ളെന്ന് തോന്നല്ലേ? ഇത്രയൊക്കെ ഉള്ളു ഗവി. നമ്മുടെ സിനിമയിൽ കണ്ട ഗവിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യല്ല കേട്ടോ. ഗവിയിൽ ആൾ താമസമൊക്കെ ഭയങ്കര കുറവാണ്. അത് കണക്ക് തന്നെ ഗവിയിൽ ടൗൺ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ടൗൺ ഇല്ല ഗവിയിൽ. ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡി ആവുക കേട്ടോ. ഇവിടെ ഒരു ഷോക്സും സംഭവമൊക്കെ ഉണ്ട്. മറ്റേ പുഴുവൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മറ്റേ അട്ടയില്ലേ, അട്ട. കാട്ടിക്കൂടെ നടന്നു പോവാൻ പോവാ. അതിരെ നമ്മൾ കാട്ടിക്കൂടെ നടന്നു പോവാൻ പോവാ. പാമ്പ് കൊത്തത്തില്ല, അതിനാണ് ഇതിരുന്നത്. എടുത്ത് കെട്ടളിയാ അങ്ങോട്ട്. സോക്സ്, വലിയ സോക്സ്. തുണിസഞ്ചി റേഷൻ കടയിലെ ചാക്ക്. പച്ചരി മേടിക്കാൻ. ആനയുടെ അണ്ടർവെയറാ. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. വേണ്ട കാലിൽ വേണ്ട ഒരു അരിച്ചാക്ക് പോലൊരു സാധനമൊക്കെ കെട്ടിയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഇത് കറുവപ്പട്ടയല്ലേ? അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന കറുവപ്പട്ട ആണോണ്ടാ. കുറച്ച് ചിരണ്ടി എടുത്തോ, വീട്ടിൽ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. 3 ടൈപ്പ് ഓഫ് ട്രക്കിംഗ് ഉണ്ട്. ഒന്ന് 3 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ഉണ്ട്, 2 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ഉണ്ട്, 1 മണിക്കൂറിൻ്റെ ഉണ്ട്. ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് 1 അവറിൻ്റെ ആണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ റൂം ഇതല്ലേ. ഇതിനകത്തൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ആനയുടെ സ്കെൽറ്റൻ ആട്ടോ ഇത്. ഇത് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ കൊമ്പ് മാത്രം ഫേക്കാണ്. കൊമ്പ് വയ്ക്കാൻ പാടില്ല, നമുക്ക് ഓപ്പൺസ് ആണ്. ബാക്കി എല്ലാം ഒറിജിനൽ ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ PSCയുടെ ഒരു ചോദ്യം വരുന്നുണ്ട്. PSCയുടെ മെയിൻ ഒരു ചോദ്യത്തിൽ ഫുൾ സ്കെൽട്ടനുള്ള ഒരു ബോണുള്ള ഒരു സ്കെൽട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗവിയിലാണ്. ഫ്രണ്ടിലെ കയ്യെക്കാട്ടി ബാക്കിലെ കാലിനാണ് സ്കൾട്ട് കൂടുതൽ. ഇത് ആനയുടെ ഡിക്കി ആട്ടോ. ഇവിടെ കുറെ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. അത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് വായിച്ചു നോക്കിയിട്ട് അതുപോലെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക എങ്ങനെ ഉണ്ടത്. തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ നടക്കാനുണ്ട് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആണോ 1 മണിക്കൂർ? അതോ കറങ്ങി വരുമല്ലേ? ഇപ്പോഴേ ബാക്കിലോട്ട് പോകുന്നല്ലേ. അച്ഛൻ ബാക്ക് വലിയുന്ന അച്ഛന് ചെരുപ്പാ, സ്ലിപ്പറാ. നമ്മളെ ഇത് ഇടുമ്പോഴേ ബാക്കിലോട്ട് സ്ലിപ്പാവും. നമ്മൾ ഊരി പോവാം. അമ്മയും BKC ആട്ടോ. അതാ പ്രശ്നം. ഞാൻ അഡിഡാസ. നമ്മള് വെള്ളമൊന്നും എടുത്തില്ല കേട്ടോ. അടിപൊളിയാ. ഇങ്ങനെയൊക്കെ വരുന്ന മറ്റേ നമ്മള് ചടങ്ങത്തേർക്ക് ദാഹമില്ല. നമ്മള് പിന്നെ റേഷൻ കടയിൽ പോയി അരിയും പഞ്ചാരയും മേടിക്കും പോലെയാണ് ട്രക്കിങ്ങിനൊക്കെ പോണത്. നമുക്ക് എന്നിട്ട് ആവശ്യമൊന്നുമില്ല. ഒന്നും എടുത്തില്ല നമ്മള്. അപ്പൊ അടുത്തൊന്ന് വന്ന് 3 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ. നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടാ നീ? എവിടെ? ഏതാ ശബരിമല? അതോ? ഓക്കെ, അതാണ് കേട്ടോ ശബരിമല. ഈ ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. കണ്ടാമാ ശബരിമല ഉണ്ടോ? കാണുന്നുണ്ടോ അളിയെ? എന്തോ കാണുന്നുണ്ട്. പക്ഷികൾ തൂവല് കൊഴിച്ചു തുടങ്ങി അളിയെ. പുളിസിയും കാണാൻ കൊള്ളാട്ടെ. കണ്ടോ ചേ? എന്തിനാ കണ്ടത്? കല്ലങ്ങണം തട്ടി താഴെ പോയതോ കണ്ട കുഴിയുണ്ടോ? നല്ല കുഴി കേട്ടോ അവിടെ. സത്യത്തിലേ കുറച്ച് കോടയും കൂടെ ഉണ്ടെങ്കിൽ വേറെ വൈബായാണ്. ഇതിപ്പോ കോട ഇല്ലാത്തോണ്ട് അത്ര ഒരു വൈബില്ല. കുഴപ്പമില്ല, ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലേ. കാറ്റുണ്ട്, നല്ല വെയിലും ഉണ്ട്, ഇത്തിരി അടക്കമുണ്ട് കേട്ടോ. ബോറടിക്കുന്നു. ഇതാ എന്റെ പ്രശ്നം, എനിക്ക് ബോറടിക്കും. ആരടുത്ത് പറയണ്ട. അമ്മ വേണ്ട കായമ്മ വേണ്ടേ. മുട്ടപ്പഴം പറിച്ച് തിന്ന്. മുളവാണോ ഇത്? കാന്താരി മുളകോടോ പഴുത്തത്. ഇത് വേറെ എവിടെ കുടിക്കാതെ കാന്താരി മുളക് വന്ന് എടുത്തൊരു കടി കടിച്ചാണ്ടല്ലോ ഇവിടെ കറങ്ങി ഇവിടെ കിടക്കും. നമ്മള് റോഡിൽ എത്തിയേട്ടാ നടന്ന്. അതിനും പോരെ, 1 മണിക്കൂറായി. 1 മണിക്കൂർ കൂടുതലായി. ഹേ ഗൈസ്, അപ്പം നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫുഡ് കഴിച്ച ആ സ്ഥലമില്ല അവിടെ വന്ന് ഇരുന്ന് കേട്ടോ. ഞാൻ ഇച്ചിരി നേരം ആ സ്റ്റൂളിൽ കിടന്ന് ഉറങ്ങി. ഞാൻ ശരിക്കും നല്ല ടയേർഡാണ്. ഇന്നലെ നല്ലോണം ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് വന്ന് ഇന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കിടന്ന് താനേ ഉറങ്ങിപ്പോയി. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ അടുത്ത പരിപാടി ബോട്ടിംഗ് ആണ്. നമ്മൾ ഇവിടുന്ന് ബോട്ട് ചെയ്തിട്ട്
അപ്പുറത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അച്ഛൻ എന്ത് ചെയ്യുമ്പോ അച്ഛൻ തോന്നി ചാടാൻ എന്തിരിക്കുവായിരുന്നു? ഞാൻ ഈ കിടന്നതിന്റെ അപ്പുറത്തോട്ട് കിടന്ന്. അത് ശരി. ഹയ്യര ഹയ്യാ ഹയ്യര ഹയ്യാ. ഞാനോ ഞാനിവിടെ കേട്ടോ സൂക്ഷിച്ച് കേടാ. സെറ്റ് സെറ്റ് സെറ്റ്. ആ ഇപ്പൊ ബാലൻസ് ആയല്ലേ? ആ പത്തിരി നടക്കിരിക്ക്. ഓക്കെ ഗൈസ്, സെറ്റ് സെറ്റ് സെറ്റ്. ബോട്ട് അവിടെ പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് നടന്നു പോണം കേട്ടോ. ഈ ഒത്തിരി ഈ കിളികളും പക്ഷികളൊക്കെ ഉണ്ടല്ലേ, വേഴാമ്പല്, താറാവ്, അത് എന്തൊക്കെ സൈസ് സാധനങ്ങളാട്ടോ. ഒരു ചെടിക്കണം അതിനൊക്കെ നല്ല അല്ല. ഇപ്പൊ അധികം വെള്ളം കാണാൻ സാധ്യതയില്ല, ഉണക്കായതുകൊണ്ട് അറിയാലോ, വലിയ വെള്ളമൊന്നും കാണത്തില്ല. എന്നാലും നമുക്ക് ചുമ്മാ പോവാം, ഒരു കുളി പാസ്സാക്കല്ലേ ചേ. നല്ല ടയേർഡാട്ടോ, നമുക്കൊന്ന് കുളിക്കാം. നമ്മൾ വന്ന ക്ലൈമറ്റ് അത്ര പോരാ കേട്ടോ ഗൈസ്, നല്ല വെയിലാണ് ഗൈസ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. മഴയൊക്കെ പെയ്ത് ആ ഒരു ടൈമിലാണെങ്കിൽ നല്ലൊരു കോടയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ വെള്ളം ഭയങ്കര കുറവാ, വെള്ളം ഭയങ്കര കുറവാ. കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ കാര്യം ഇരിക്കാം. വെള്ളം കുറവാ കേട്ടോ, പക്ഷെ വെള്ളത്തിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്, അടിപൊളി. ഒത്തിരി ആൾക്കാർ വരുന്ന കേട്ടോ. ഞാൻ ഷട്ടിപ്പുറത്ത് വയ്ക്കുന്നത്, ഞാൻ പോണു ബൈ. ഇനി നമുക്ക് തിരിച്ച് റിസോർട്ടിലോട്ട് പോകാൻ കഴിയും. നല്ല വിശപ്പോട്ടാ, ഇനി അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അമ്മ കുളിക്കുന്നില്ലായിരുന്നാ? ഞാൻ കുളിക്കുന്നില്ല, ഇല്ലേ? ഞാൻ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചോ? ഓക്കെ, ഇറങ്ങി പോണേ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഞാൻ മറ്റേ ചെറിയ അരി എടുത്തു, അളിയും മറ്റേ മട്ട അരി എടുത്തല്ലേ, ഇതെടുത്താലേ വയറ് വെക്കൂ. തൈരുണ്ട്, പിന്നെ ബീട്രൂട്ട് തോരൻ, സാമ്പാർ, പരിപ്പ്, അവിയൽ. മെഴുക്കുവരട്ടിയാണോ അമ്മ ഇത്? അവിയലാണോ ഇത്? ക്യാരറ്റൊക്കെ ഇട്ട, പക്ഷേ ക്യാരറ്റ് എന്ത് മുരിങ്ങയൊക്കെ തോനെ ഇട്ട അവിയലുണ്ട്. പിന്നെ 2 കൊണ്ടാട്ടം, സാമ്പാറും ചോറും കൊണ്ട് കുഴയ്ക്കുക. സാമ്പാർ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ വിളിക്കാതെ ഇവിടെ എന്തേ കളി? എന്നെ വിളിക്കാതെ എന്തിരിന്ന്? ക്യാരംസ് കളിക്കുന്നതാ? ഞാൻ കിടന്ന് നല്ല ഉറക്കുമായിരുന്നു. എഴുതിച്ചെന്നപ്പോ ഇവിടെ ക്യാരം ബോർഡ് കളി. അമ്മയ്ക്ക് എന്താ കറുപ്പാ? നമുക്ക് വെള്ള. ഞങ്ങള് രണ്ടും ഒരു ടീം, ഇവര് രണ്ടും ഒരു ടീം. എന്തിനാ ഇത്ര ആലോചിക്കാൻ? ഇങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇട്. വേണ്ട 3 ഘട്ടം എനിക്ക് 1 2 3. അളുപ്പാക്കി നമുക്ക് ആദ്യം തൊട്ട് കളിക്കാം. അളുപ്പാക്കി ആദ്യം തൊട്ട് ഒന്നേന്ന്. എന്തൊരു പരിസരം. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്ന കേട്ടോ. ഇന്ന് ബൊഫേ ആണ്. ഇന്നലെ നമ്മൾ ഓർഡർ ചെയ്ത്. എന്തൊക്കെയാ ഉള്ളത്? ഇതെന്തരച്ചത്? ഉണക്കപ്പുട്ട് ചുരുട്ടിയിട്ടേക്കുന്ന. ഇപ്പോൾ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഇതെന്തോ ഒരു കറി, ഇത് വെജിറ്റബിൾ കുറുമയോ അങ്ങനെ കണ്ടാന്ന് തോന്നില്ലേ, വെജിറ്റബിൾ കറി കേട്ടോ. പിന്നെ ഫ്രൈഡ് നൂഡിൽസ്, ഞാൻ ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല. ഫ്രൈഡ് നൂഡിൽസ്, ചിക്കൻ കറി ഉണ്ട്. ഇതെന്തോ ഉണ്ട, ഒരു സാധനവും വിട്ടില്ല, എല്ലാം ഞാൻ എടുത്ത് കേട്ടോ. ഉണ്ട അത് വലിയ രസമില്ല കേട്ടോ. എന്തൊക്കെ ഇരിക്കുന്ന എനിക്കറിയത്തില്ല. എല്ലാം എടുത്ത്. സലാഡുണ്ട്, റൈസും ഉണ്ടെന്നറിയാം. ഫുഡ് അടിപൊളി. ഞാൻ പിന്നെയും പോയി കുറേയൊക്കെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ. ഇത് ഫ്രൂട്ട് സലാഡ്, ഇത് കഞ്ഞിയിൽ ബ്രെഡ് ഇട്ടത്, അതെന്തോന്ന് അറിയത്തില്ല, അളിയനാ പറഞ്ഞെടുക്കാൻ. ഉള്ളോ? ടേസ്റ്റ് ചെയ്തോട്ട്. ക്രീമാട്ടോ, ക്രീം. പാസ്ത ഉണ്ട്, പാസ്ത. ഏതാ? ഇതാണോ? ഇതാ പാസ്ത. കഴിച്ചു കൂടെ അതിനോട്ട് നോടാ. നിങ്ങൾ ഉണ്ടാക്കിയത് പാസ്ത എനിക്ക് ഇഷ്ടമല്ല, കൊള്ളൂലല്ലേ? എനിക്കറിയാം കൊള്ളത്തില്ല. ടേസ്റ്റ് പോലും പോയി, മൊത്തം പോയി. നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു ഗവി? എങ്ങനെ ഉണ്ടായിരുന്നു? ഗവി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറൊന്നുമല്ല, ഗവി കാണാനെന്ന് പറയുമ്പോഴത്തെ അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടുള്ള സംഭവമില്ല. പക്ഷെ ട്രാവലിങ് അടിപൊളിയാണ്. നമ്മൾ പോകുന്ന വഴി തിരിച്ചു വരുമ്പോഴും ഒരു ഫീൽ അല്ല. രാവിലെ പോണം, പിന്നെ ബാക്കിയെല്ലാം ഒരു ആവറേജ് സെറ്റപ്പാണ്. അത്രയൊക്കെ ഉള്ളു ഗവിയില്. നാളെ നമ്മൾ പോവുക. അതെ, അപ്പൊ നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഭദ്ര അവിടെ കിടന്ന് ഉറങ്ങിയാണ്, നല്ല ഉറക്കമായിട്ടുണ്ട്.
അപ്പൊ അത്രേ ഉള്ളൂ guys ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആണെന്നവരെ ബൈ.